അവനെപ്പോലൊരു വസ്തുവും ഇല്ല, അവൻ കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നുവല്ലോ. അത്രയുമല്ല, ബുഖാരിയുടെ ഗുരുവായ നുഐം ഇബ്നു ഹമ്മാദുൽ ഖുസായി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്നവനും അവന്റെ ഗുണവിശേഷണങ്ങളായി അവൻ പറഞ്ഞതിനെ നിഷേധിക്കുന്നവനും അവിശ്വാസിയാകുന്നു. അപ്പൊ അള്ളാഹ് അർശിന്മേൽ ഇരിക്കുന്നു എന്ന് പറയുന്നവൻ അള്ളാഹുവിനെ സൃഷ്ടികളോട് സാമ്യപ്പെടുത്തുന്നവനാണെന്ന് പറഞ്ഞ അമാനി മൗലവി പറയുന്നു, അങ്ങനെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയാകുന്നു എന്ന് ബുഖാരി ഇമാമിന്റെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളായി അവനോ അവന്റെ റസൂലോ പറഞ്ഞതിലൊന്നും തന്നെ സാദൃശ്യപ്പെടുത്തൽ ഇല്ല. വ്യക്തമായ ഖുർആൻ വചനങ്ങളിലും ബലവത്തായ ഹദീസുകളിലും വന്നതൊക്കെ അള്ളാഹുവിനോട് യോജിക്കുന്ന വിധം സ്ഥിരപ്പെടുത്തുകയും അവനോട് യോജിക്കാത്ത കാര്യമൊക്കെ നിരസിക്കുകയും ചെയ്യുന്നത് ആരാണോ അവർ സന്മാർഗം പ്രാപിച്ചു. കണ്ടോ, മൗലവി പറഞ്ഞ അർത്ഥങ്ങളൊന്ന് കേട്ടുനോക്ക്. എന്റെ CD ഇറങ്ങുമ്പോ ഈ അമാനി മൗലവി ഈ അർത്ഥം ഒന്ന് വായിച്ചു നോക്ക്. നിങ്ങൾ ശരിക്കൊന്ന് നോക്ക്, എന്താണ് ഈ മൗലവിന്റെ തട്ടിപ്പ്? സുന്നത്തിമാത്തിന്റെ ആശയം പഠിപ്പിച്ച ആളാ മൗലവി. ഇവിടുന്ന് പ്രസംഗത്തിൽ പറഞ്ഞു അശ്അരികളൊക്കെ പേച്ചവരാണ്. പഴച്ചുപോയ അശ്അരികൾ പറയും പോലെ മൗലവി അശ്അരികൾ പേച്ചവരാണെന്നത്. പിന്നെ ആരാ ഉള്ളത്? അശ്അരിയ, 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 ഇബ്നു കസീർ. നിങ്ങൾ വായിച്ച ഇബ്നു കസീറില്ലേ, ഇബ്നു കസീർ അശ്അരിയ. അങ്ങനെയാണ് നിങ്ങളെ നേതാമാര് പറയുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ അശ്അരി അല്ലാത്ത ആരാ ഉള്ളത്? എല്ലാ അബുൽ ഹസൻ അശ്അരിയുടെ ശേഷമുള്ള ഇമാമിങ്ങൾ സുബ്ഹാനല്ലാഹ് എല്ലാവരും അശ്അരികളാണ്, അല്ലെങ്കിൽ മാതുരീദികളാണ്. അശ്അരികൾ വെച്ചു എന്നല്ലേ നിങ്ങളോട് ഒന്ന് പ്രസംഗിച്ചത്? അപ്പൊ പേക്കാത്ത പിന്നെ ആരാ ബാക്കി? വസാലിമാവ് പേച്ചൂലേ, നബിമാവ് പേച്ചുവല്ലേ? ആരാ പിന്നെ പേക്കാൻ ബാക്കിയുള്ളത്? എല്ലാരും പേച്ചൂലേ? അശ്അരി ഇമാമിന്റെ ശിഷ്യൻ എഴുതുന്നത് കണ്ടോ നിങ്ങൾ? സുബ്ഹാനല്ലാഹ്. വഅജ്മഉ, പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു, അലാ അന്നഹു ലാ യഹ്വീഹി മക്കാനുൻ, അല്ലാഹുവിന് ഒരു സ്ഥലം ഇല്ല, അവൻ സ്ഥലകാലതീതനാണ്. വലാ യജ്രി അലൈഹി സമാനുൻ, അല്ലാഹു അതാ കാലവും അവനെ വലയം ചെയ്യുന്നില്ല, അവന് നടക്കുന്നില്ല. ഇനിയും കേട്ടോ, വഅജ്മഉ, എല്ലാ ഇമാമിങ്ങളും സഹാബത്തും യോജിച്ചിരിക്കുന്നു, അലാ ഇഹാലത്തി വസ്ഫിഹി ബിസ്സൂറത്തി വൽ അഅ്ളാഇ, അല്ലാഹുവിന് അവയവങ്ങളുണ്ടെന്നോ രൂപമുണ്ടെന്നോ ഒരു നിലക്കും തന്നെ വിശ്വസിക്കാനോ അങ്ങനെ സംഭവിക്കുമെന്ന് ആലോചിക്കാനോ പാടില്ല. സഹോദരന്മാരെ, എന്നിട്ട് അള്ളാഹുവിന് വിരലുണ്ട് പോലും, അള്ളാഹ്ക്ക് കൈയുണ്ട് പോലും. ഇനിയാ നിങ്ങൾക്ക് കൽപ്പിക്കുന്നറിയോ? ഇവരെ അമാനി മൗലവി അടക്കം എല്ലാവരും അശ്അരികളായതുകൊണ്ട് ഇബ്നു കസീർ അടക്കം ഇമാം ഖുർത്തുബി അടക്കം എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും അശ്അരി ആയതുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞ ഖവാരിജികളാണ് എന്നാരാ പറയുന്നത്? മുജാഹിദിന്റെ നേതാവ് 4 വർഷ സ്റ്റേജിൽ വന്നിട്ട് സലഫിനെ സഹായിക്കുന്ന സക്കരിയ സലാഹി അയാള് പ്രസംഗിക്കുന്ന എന്താ പറയുന്നത്? അമാനി മൗലവി അടക്കം അശ്അരികള് പിഴച്ചവരാണ്, ഖവാരിജിയാക്കളാണ്, മുബ്തദികളാണ്. സംവാദത്തിൽ പറഞ്ഞതാ, മടവൂർ മുജാഹിദായിട്ടുള്ള സംവാദത്തിൽ. അതിന്റെ ഓഡിയോ കേസറ്റാ, ഒന്ന് കേട്ടോളിങ്ങൾ. കടവത്തൂരിൽ വെച്ച് ഞാൻ പ്രസംഗിച്ച സക്കരിയ സലാഹിന്റെ വെല്ലുവിളി സ്വീകരിച്ച് പ്രസംഗിച്ച CD-യിൽ നിന്നാണ്. അങ്ങനെ അമാനി മൗലവി പിഴച്ചുപോയി, KM മൗലവി പിഴച്ചുപോയി, EK മൗലവി പിഴച്ചുപോയി, വക്കം മൗലവി പിഴച്ചുപോയി, TK മൗലവി പിഴച്ചുപോയി, അങ്ങനെ മുജാഹിദിന്റെ KP മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവി പിഴച്ചുപോയി. അങ്ങനെ എല്ലാ മൗലവിമാരും ഖവാരിജികളെ പോലെ, ഖവാരിജികൾ സഹാബത്തിനോട് യുദ്ധം ചെയ്ത് അലി ഇബ്നു അബീ ത്വാലിബിനെ കൊന്നുകളഞ്ഞ ഖവാരിജിനെ പോലെ വ്യതിയാനം സംഭവിച്ച പിഴച്ചുപോയ വ്യക്തികളാണ് എന്ന് സക്കരിയ സലാഹിന്റെ നാവ് കൊണ്ട് അമാനി മൗലവിന്റെ പേരെടുത്ത് പറഞ്ഞത് എന്റെ അടുക്കലുണ്ട് CD. മനസ്സിലാക്കണം സക്കരിയ സലാഹി, എന്നെ വെല്ലുവിളിക്കുമ്പോ ആലോചിച്ചോളണം. നിങ്ങളുടെ ഖുർആൻ പരിഭാഷ എഴുതിയ അമാനി മൗലവി, അദ്ദേഹം ഖവാരിജികളെ പോലെ പിഴച്ച ആളാണെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങളുടെ CD, നിങ്ങളുടെ കേസറ്റ്, ഓഡിയോ കേസറ്റ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ആദർശപരമായ വിഷയത്തിലെ വ്യതിയാനങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോ പറയാണ് വജുഹുല്ലാന്നീ അമാനി വ്യാഖ്യാനിച്ചത്, ഖുർത്തുബിയെ വ്യാഖ്യാനിച്ചത്. എന്താ ഖുർത്തുബി ഇബ്നു കസീറിന്റെ മാസൂം നിങ്ങൾ എഴുതിയതാ? അമാനി ഒരു മാസൂമാ? തെറ്റ് തിരുത്താൻ തയ്യാറുണ്ടെങ്കിൽ ആ മരിച്ചല്ലോ ഒരിക്കൽ വ്യതിയാണ്ടി വരാൻ പറ്റുമോ? മരിച്ചയാൾക്ക് വ്യതിയാണ്ട് നിങ്ങൾ പറഞ്ഞില്ല? ഈ കേൾക്കും പോലെ ഒരു വ്യതിയാനല്ലേ? എത്ര ഈ സലഫി പണ്ഡിതന്മാർക്കില്ലാത്ത എത്ര അഭിപ്രായങ്ങൾ ഇസ്ലാം തെളിയിക്കണ്ടേ? അവർക്ക് തെറ്റുപറ്റി അല്ലാഹു കൊടുത്തു കൊടുക്കട്ടെ.
വിഷയത്തിൽ അറിഞ്ഞുകൊണ്ടാണ് എഴുതിയെങ്കിൽ അത് വ്യതിയാനം തന്നെയാണ്. ഇബ്നു കസീറിന് അശരീയത്തുണ്ടോ? ഖുർത്തുബിക്ക് അശരീയത്തുണ്ടോ? ഫത്ഹുൽ ബാരിക്ക് അശരീയത്തുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് അശരീയത്ത് എന്ന രോഗം ബാധിച്ചിരുന്നു. പക്ഷേ അവർ ഇസ്ലാമെന്ന് പുറത്തുമില്ല. ഖവാരിജ് ഉണ്ടായിട്ടില്ലേ? മുർജിയത്ത് ഉണ്ടായിട്ടില്ലേ? സഹാബത്തിന്റെ കാലത്ത് വിവിധങ്ങളായ കക്ഷികൾ ഉടലെടുത്തു. ആ കക്ഷികൾക്കൊക്കെ പല അഭിപ്രായങ്ങളും ഉണ്ടായി. അവർ മുസ്ലിം കാരണമല്ല, അവർ മുൻകഴികളാണ്. അപ്പൊ ഇബ്നു കസീർ മൗലവി വായിച്ചെങ്കിൽ ആ ഇബ്നു കസീർ അസ്ഹരിയാണ് എന്നാണ് സക്കരിയ സലായി പറയുന്നത്. പിന്നെ എന്തിനാ കൊണ്ടത് വായിച്ചവിടെ? നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ എന്തായാലും പറഞ്ഞത് ഇബ്നു കസീറിന് അസ്ഹരിയത്തുണ്ട്, ഖുർത്തുബിക്ക് അസ്ഹരിയത്തുണ്ട്, ഫത്ഹുൽ ബാരി എഴുതിയ ഇബ്നു ഹജർ അസ്ഖലാനിക്ക് അസ്ഹരിയത്തുണ്ട്. അവരൊക്കെ അസ്ഹരിക്കാരാണ്. അവിടെ ഇമാമിങ്ങളൊക്കെ പേച്ചുപോയവരാണ്. അമാനി മൗലവിയും പേച്ചുപോയതാണ്. സക്കരിയ സലായി പറഞ്ഞു. കേട്ടോളെ, സഹാബത്ത് എന്താ വിശ്വസിച്ചത്? ഇവര് വിശ്വസിക്കും പോലെ അള്ളാഹ് ഒരു സിംഹാസനത്തിന് മുകളിൽ കരി കുത്തിരുന്നു. കേട്ടോ, അലാ ഖിലാഫി മൻ സഅമ മിനൽ ഹിസാമിയ്യത്തി വൽ കറാമിയ്യത്തി അന്നഹു മുമാസുൽ ലിഅർശിഹി. അല്ലാഹ് അർശിന്മേൽ ഇരിക്കുകയാണ്, അർശിനെ തൊട്ടിരിക്കുകയാണ് എന്ന് വാദിച്ചത് പുത്തൻവാദികളായ ഹിസാമിക്കാരും കറാമിക്കാരുമാണ്. അവരെ വാദത്തിനെതിരാണ് ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ ഖാദിർ അൽ ബഗ്ദാദി തങ്ങൾ പറയുന്നു, വഖദ് ഖാല അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ തആല, നിശ്ചയം അല്ലാഹു തആല, ഖലഖൽ അർശ, അവൻ അർശിനെ പടച്ചു, ഇദ്ഹാറൻ ലിഖുദ്റതിഹി, അവന്റെ കഴിവ് വെളിവാക്കാൻ വേണ്ടി പടച്ചതാണ്. ലാ മകാനൻ ലിദാത്തിഹി, അവന്റെ ദാത്ത്, അവന്റെ സത്തക്കുള്ള സ്ഥലമായിട്ട് പടച്ചതല്ല, അവന് കേറിയിരിക്കാൻ വേണ്ടി പഠിച്ചതല്ല. വീണ്ടും അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് കാന, അല്ലാഹു ഉണ്ടായിരുന്നു, വലാ മകാന, അല്ലാഹു തആല ഉള്ളതിന് തുടക്കമില്ലല്ലോ, അന്നിവിടെ സ്ഥലങ്ങളില്ല. വഹുവല്ലാന കമാ കാന, അവൻ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അവൻ ഉണ്ടായതുപോലെ ഇപ്പോഴും അവനുള്ളവൻ തന്നെ, അവന് മാറ്റമില്ല. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പൊ സ്വർഗത്തിൽ കടക്കുന്ന മുസ്തഖീമായ വഴിയിലുള്ളവര് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സഹോദരന്മാരെ, മഹാന്മാരെ വഴി അല്ലാഹു അർശിന്മേലിരിക്കുന്നു എന്ന് പറയുന്ന വഴിയല്ല, അല്ലാഹു സ്ഥലകാലതീതനാണെന്ന് പഠിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വഴിയാണ് കേട്ടോ. നിങ്ങൾ ആരും തന്നെ സലഫിയുടെ നീട്ടി മണിച്ചുള്ള പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ അത് വിശ്വസിച്ചിട്ട് അവസാനം കാഫിറായി നിങ്ങളെ ഈമാൻ പോയി നശിപ്പിക്കരുതേ. ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഉപദേശിക്കുന്നു. ഞാനിവിടെ മുമ്പ് പ്രസംഗത്തിൽ ഞാനത് വിശദീകരിച്ചതാണ്. ഇൻഷാ അല്ലാഹ് അത് വേണമെങ്കിൽ ഞാൻ CD ഒന്നുകൂടി കേട്ടാം. നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് ഇവിടെ വന്നിട്ട് മൗലവി പറയുന്നത്? ഞങ്ങൾ മാത്രമല്ല, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ കിതാബുൽ ഉന്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുക്ക് കൈയുണ്ട്, കാലുണ്ട്, പടച്ചവൻ സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് എന്ന് കിതാബുൽ ഉന്യത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് നാദാപുരത്ത് വന്ന് മൗലവി പ്രസംഗിച്ചില്ലേ? ഓ മൗലവി, ഷാർജയിലെ റൂം എന്ന് പറഞ്ഞാ പോരെ? നാദാപുരത്ത് വന്നിട്ട് ഈ വിവരക്കേട് വിളമ്പണോ? മഹാനായ ഔസുല്ലാദ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അലീ തങ്ങള് അങ്ങനെ അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്നും അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ടെന്നും അതുപോലെ അള്ളാഹു തആല സിംഹാസനത്തിന് മുകളിൽ ഇരിക്കുകയാണെന്നും പറഞ്ഞിട്ടുണ്ടോ മൗലവി? പച്ചക്കള്ളമല്ലേ മൗലവി? മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ ഹദീസിൽ പ്രത്യേകം പറയാണ്. എന്താ പറയുന്നത് കേട്ടോളൂ. വയ്യാക അൻ തതറ അയ്ദൻ ബിമാ വഖഅ ഫിൽ ഗുന്യതി ലിഇമാം അൽ ആരിഫീൻ വ ഖുതുബിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ അൽ ഉസ്താദി അബ്ദുൽ ഖാദിർ അൽ ജീലാനി. അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ ഉന്യത്തിൽ നടന്ന ഒരു സംഭവം, കിതാബുൽ ഉന്യത്തിൽ നടന്ന ഒരു സംഭവം അത് കണ്ടു നീ പെട്ടുപോകണ്ട. അതെന്താ നടന്നത്? ഫൈന്നഹു ദസ്സഹു അലൈഹി ഫീഹാ മൻ സയന്തഖിമുല്ലാഹു മിൻഹു. ഖിയാമത്ത് നാളിൽ അല്ലാഹ് ഇത് പകരം കൊടുക്കും. അങ്ങനത്തെ ചില വിവരം കെട്ടവര് ബഹുമാനപ്പെട്ടവരുടെ കിതാബിൽ എഴുതി ചേർത്തതാണത്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബിൽ വിവരം കെട്ട ചില ആളുകള്, പടച്ചവനെ പേടിയില്ലാത്തവര് എഴുതി ചേർത്ത് കൊടുത്തതാണത്. ബഹുമാനപ്പെട്ട ശൈഖ് അതിന് ഉത്തരവാദി അല്ല. ഫഹുവ ബരീഉം മിൻ ദാലിക. മുഹീദ്ദീൻ ശൈഖ് അങ്ങനെ എഴുതിയിട്ടില്ല. അത് ഈ കപട വിശ്വാസികൾ എഴുതി ചേർത്തതാണ് എന്ന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബിൽ
കണ്ടു നീ പെട്ടുപോകണ്ട എന്ന് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിൽ പറഞ്ഞിട്ടില്ലേ? 145-ാമത്തെ പേജിലെ കിതാബ് കാണാത്ത മുജാഹിദിന്റെ കുട്ടികളെ ഷാർജയിലെ റൂമിൽ ഇരുത്തിയിട്ടെടുക്കുന്ന ക്ലാസാണ് നാദാപുരത്ത് വന്നുള്ള പ്രസംഗം എന്ന് തെറ്റിദ്ധരിച്ചോ മൗലവി? ഈ കുടുക്കുന്ന നിങ്ങൾ സലാമത്താകാൻ പോകുന്നില്ല. ദുന്യാവിലും സലാമത്താവൂല, ആഖിറത്തിലും സലാമത്താവൂല കേട്ടോ. അത് നിങ്ങളെ മുജാഹിദിനോട് പറഞ്ഞാ മതി, ഞങ്ങളോട് വന്ന് വിളമ്പണ്ട. കിതാബിൽ ഉന്നത്തിലുണ്ടെന്ന്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ സെൽസബീലില്ലേ ചില കിതാബുകളിൽ തിരിമറി നടന്നിട്ടുണ്ടെന്ന്? ഇല്ലേ? ഞാൻ വായിക്കുന്നു കേട്ടോളൂ. കൈക്രിയകൾ ഗ്രന്ഥങ്ങളിലും ചരിത്രത്തിലും ധാരാളം നടന്നിട്ടുണ്ട്. നിങ്ങൾ കൈക്രിയ നടത്തിയതാണിത്. ഇത് നിങ്ങളെ സെൽസബീലിൽ തന്നെ പറഞ്ഞിട്ടില്ലേ? എഴുതി വെച്ചോ മൗലവി. സെൽസബീന്റെ പുസ്തകങ്ങളിലൊക്കെ മൗലവി തെരഞ്ഞു നോക്കിക്കോ, ഇല്ലെങ്കിൽ നിഷേധിക്കൂ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ കിതാബുൽ ഉന്നത്ത് തന്നെ പരിശോധിച്ചാൽ അത് കൂട്ടിച്ചേർത്തതാണെന്ന് വ്യക്തമാകും. നോക്കോളൂ, ഇതിൽ മുഹീദ്ദീൻ ശൈഖിന്റെ വാചകമായി തന്നെ നമുക്ക് കാണാം. വലാ യജൂസു അലൈഹിൽ ഹുദൂദ് വലൻ നിഹായ വലൽ ഖബ്ൽ വലൽ ബഅദ് വലാ തഹ്ത് വലാ ഖുദ്ദാം വലാ ഖൽഫ് വലാ കൈഫ് لأن جميع ذلك ما ورد به الشرع إلا أن ما ذكرناه من أنه على العرش استوى على ما ورد به القرآن والأخبار بل هو عز وجل خالق لجميع الجهات. എന്താണ് മുഹീദ്ദീൻ ശൈഖ് അല്ലാഹുവിന്റെ ഈ കിതാബിലൂടെ പറഞ്ഞത്? അല്ലാഹുവിന് അതിരില്ല, അറ്റമില്ല. മുമ്പ്, ശേഷം, താഴെ, മുന്നിൽ, ബേക്കിൽ, രൂപം, ഇങ്ങനത്തെ ഒന്നുമില്ല. പിന്നെയോ അലൽ അർശി ഇസ്തവ എന്ന് പറയാം. അലാ മാ വറദ ബിൽ ഖുർആൻ വൽ അഖ്ബാർ, ഖുർആനും ഹദീസിലും വന്നത് പറയാം. ബൽ ഹുവ അസ്സ വജല്ല ഖാലിഖുൽ ലിജമീൽ ജിഹാദ്, അല്ലാഹു തആല സർവ്വഭാഗങ്ങളിൽ പടച്ചവനാണ്. അതുകൊണ്ട് അല്ലാഹുവിന് ഭാഗം ഇല്ല. ഇതാണ് മുഹീദ്ദീൻ ശൈഖ് അല്ലാഹു പറഞ്ഞ ഇവിടെ ഉള്ളത്. വലാ യജൂസു അലൈഹിൽ ഹുദൂദ് വലൻ നിഹായ, അല്ലാഹുവിന് അതിരില്ല, അറ്റമില്ല. എന്നാലേ ഇതിൽ കൂട്ടിച്ചേർത്ത വാചകം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു സ്ഥലത്ത് പറയുന്നു അന്നഹു ഇസ്തിവാഉ ദാത്തി അലൽ അർശ്, അപ്പൊ അല്ലാഹു അർശിന്റെ മേലെയാണ് അല്ലാഹുവിന്റെ ദാത്തുള്ളത് എന്ന് സമർത്ഥിക്കുന്ന ശൈലിയിലാണ് ഇവിടെ സംസാരം. ഇനിയും കേട്ടോളൂ. വലിൽ അർശി ഹദ്ദുൻ യഅലമുഹുല്ലാഹ്, അർശിന് അതിരുണ്ട്. അല്ലാഹ്ക്ക് അതിരില്ല എന്നൊരു സ്ഥലത്ത്, അല്ലാഹ് അർശിന്റെ മുകളിലാണ് എന്നൊരു ഒരു ഭാഗത്ത്. ആ അർശിന് അതിരുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹ്ക്ക് അതിരുണ്ടായില്ലേ? അപ്പൊ വൈരുദ്ധ്യയില്ലേ? അപ്പൊ വാസ്തവത്തിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ഈ കിതാബിൽ മഹാനവറുകൾ എഴുതിയതല്ല. ഇത് ചിലര് മഹാനവറുകൾ എഴുതാത്ത ചില വാചകങ്ങൾ കൂട്ടിച്ചേർത്ത് കൊടുത്തതാണ്. ഇനി ഒന്നുകൂടി പറയട്ടെ, മുഹീദ്ദീൻ ശൈഖിന്റെ ഉന്നത്തി മൗലവി എങ്ങനെ ഇവിടെ ഉദ്ധരിക്കാനാക്കി ധൈര്യം വന്നത്? കാരണം മൗലവിമാരുടെ വാദം എന്താണ്? അള്ളാഹുവിന്റെ ഇരിപ്പിടമാണ് അർശ് എന്നാണ്. അല്ലെ അൽമനാറിൽ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ ഇരിപ്പിടമാണ് അർശ് എന്ന് ഖുർആനിൽ നിന്ന് വ്യക്തമാകുന്നു എന്നാണ്. അള്ളാന്റെ ഇരിപ്പിടം, അള്ളാഹ് ഇരിക്കുന്ന സ്ഥലമാണ് അർശ്. അൽമനാറിലുള്ളതാ. എന്നാ മുഹീദ്ദീൻ ശൈഖ് എന്താ പറഞ്ഞത്? ലാ അലാ മാനൽ ഖുഊദ് വൽ മുമാസത്തി കമാ ഖാലത്തുൽ മുദസ്സിവത്തു വൽ കറാമിയ്യ, അല്ലാഹു തആല ഇരിക്കുന്നു എന്ന അർത്ഥത്തിലോ സ്പർശിക്കുന്നു എന്ന അർത്ഥത്തിലോ അല്ലാഹു അർശിന്മേലാണെന്നാരും പറഞ്ഞേക്കരുത്. അപ്പൊ ഇരിപ്പിടമാണ് എന്നാ നിങ്ങൾ അൽമനാറിലുള്ളത്. അതിലെതിരാണ് മുഹീദ്ദീൻ ശൈഖിന്റെ ഉന്നത്തിലുള്ളത്. ചിലർ കൂട്ടിച്ചേർത്തതും ഉണ്ട്. നിങ്ങൾക്ക് കാണാം മൗലവി എന്തെല്ലാം തോന്നിവാസങ്ങളാ വിളിച്ചു പറഞ്ഞത്. മൗലവി എന്താ വായിച്ചത്? ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വായിച്ചു. അതിലെന്താ ഉള്ളത്? അഖ്ബാറു സിഫാത്തി തുമറു കമാ ജാഅത് മിനാ തസ്ബീഹിൻ വലാ തഅതീലിൻ. എന്താ അതിന്റെ അർത്ഥം? സിഫത്തുകൾ വിവരിക്കുന്ന ഖുർആനിലും ഹദീസിലുമുള്ള വാചകങ്ങൾ വന്നതുപോലെ അങ്ങ് പറയേണ്ടതാണ്. അതിലൊന്നും തന്നെ സൃഷ്ടികളോട് തുല്യമാകുന്ന വിധത്തിൽ ഒന്നും അതിനെപ്പറ്റി വിവരിക്കരുത്. ആ ഹദീസും ഖുർആനിലും വന്നതില്ല എന്നും പറയരുത് എന്നല്ലേ പറഞ്ഞത്. അതുപോലെ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അതാ കൈഫശാ കമാശാ എന്ന് പറഞ്ഞതിന് മൗലവി എന്തൊക്കെയാ പറഞ്ഞത്? മേൽപോട്ട് നോക്കിയിട്ടോ കാല് താത്തിയിട്ടോ എന്നറിയില്ല എന്നല്ലേ അർത്ഥം വെച്ചത്. മൗലവി അതിനർത്ഥം അങ്ങനെയല്ല. കൈഫശാ കമാശാ എന്ന് പറഞ്ഞാൽ ആ അല്ലാഹു തആലയെ സംബന്ധിച്ച് വന്ന വാചകത്തിന് അല്ലാഹ് ഉദ്ദേശിച്ച മാന എന്താണ്, വിധങ്ങൾ ഉദ്ദേശിച്ച മാന എന്താണ്, അത് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ്. ഇനിയും കേട്ടോളൂ സഹോദരന്മാരെ, ഇമാം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതാ വ്യക്തമായി തന്നെ പറയുന്നത് കണ്ടോളൂ. വലാ നഖ്റുജു മിനൽ കിതാബി വസ്സുന്നതി
ഖുർആനിലും സുന്നത്തിലും നമ്മൾ പുറത്തു പോകില്ല. നഖ്റഉൽ ആയത്ത് നമ്മൾ ഓതും. അർറഹ്മാനു അലൽ ഇർസിത്തബ ആയത്ത് നമ്മൾ ഓതും. യദുല്ലാഹി ഫൗക അയ്ദിഹിം ആയത്ത് ഓതും. വൽ ഖബറ